അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഒരു കൗമാരക്കാരിയുടെ പക്ഷത്തു നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് പ്രണയം വളരെ സാധാരണമാണ്. പ്രണയത്തിലായി എന്റെ സുഹൃത്തുക്കളെ എങ്ങനെ മോചിപ്പിക്കാൻ സാധിക്കും? പ്രണയത്തോടു കൂടിയുള്ള നോട്ടത്തിൽ നിന്നും മറ്റുള്ളവരെ നോക്കുന്നതിൽ നിന്നും എങ്ങനെ അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കും? ഒരു ചോദ്യം കൂടി. ആ പെൺകുട്ടിയും ആൺകുട്ടിയും സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇന്ന് പ്രണയം സാധാരണ കാര്യമാണെന്ന് സഹോദരി പറയുന്നു. പ്രണയത്തിലായ തന്റെ സുഹൃത്തുക്കളെ അതിൽ നിന്നും നോട്ടം പോലെയുള്ള പ്രണയത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്നും എങ്ങനെ അവരെ അകറ്റാമെന്ന് ചോദിക്കുന്നു. ഇനി യുവാവും യുവതിയും സൂക്ഷ്മതയുള്ളവരാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇതല്ലേ ചോദ്യം. യുവാവിന് യുവതിയെയും യുവതിക്ക് യുവാവിനെയും ഇഷ്ടമാണ്. നോട്ടം പോലെയുള്ള നിഷിദ്ധമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. സൂക്ഷ്മതയുടെ വിഷയത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നു. യുവതലമുറ പ്രണയത്തിലാവുന്നതിന് എങ്ങനെ തടുക്കാം? സൂക്ഷ്മതയുള്ളവർ നിഷിദ്ധങ്ങളിൽ ഏർപ്പെടാതെ പരസ്പരം പ്രണയിക്കാമോ? മറയുടെ നിബന്ധന മുറിക്കുമ്പോഴാണ് പ്രണയം ആരംഭിക്കുന്നത്. ഈ യുവാവ് എന്ത് കണ്ടിട്ടാണ് ഈ യുവതിയെ ഇഷ്ടപ്പെട്ടത്? സൗന്ദര്യമില്ലല്ലോ. ഈ യുവതി എന്ത് സൗന്ദര്യം കണ്ടിട്ടാണ് ഈ യുവാവിനെടുത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ? ചില അവസരങ്ങളിൽ ഇവർ പരസ്പരം സംസാരിച്ചു തുടങ്ങുമ്പോൾ അതിവിചിത്രമായ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. എതിർലിംഗക്കാരുമായി അനാവശ്യമായുള്ള ഇടപഴകൽ ഒഴിവാക്കണം. നിങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടെന്നല്ല, സഹകരിക്കുമ്പോൾ ദൃഷ്ടികൾ താഴ്ത്തുക. ഇതെല്ലാം തന്നെ നടക്കുന്നത് ഹിജാബ് അഥവാ മറയുടെ നിയമം ലംഘിക്കപ്പെടുമ്പോഴാണ്. ഒരുപക്ഷെ ആ യുവാവോ യുവതിയോ ശരിയായ ഇസ്ലാമിക് വസ്ത്രം ധരിച്ചിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ ശരിയായ ഇസ്ലാമിക് വസ്ത്രം മാത്രമായിരിക്കും അവരിലുള്ള മറ. അത് മറയുടെ ഒരു തലം മാത്രമാണ്. വസ്ത്രം അയഞ്ഞതായിരിക്കണം, ആകർഷകമായിരിക്കരുത്. എതിർലിംഗക്കാരുടേതിന് സാദൃശ്യപ്പെടരുത്, അമുസ്ലിങ്ങളുടേതിനോട് സദൃശമാവരുത്. അതിനു പുറമെ നിങ്ങൾ സംസാരിക്കുന്ന രീതി, നടക്കുന്ന രീതി, പെരുമാറുന്ന രീതി, ചിന്തിക്കുന്ന രീതി, ഇതെല്ലാം മറയിൽപ്പെടും. നിങ്ങൾ ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ധാരാളം അനുകമ്പ പാടില്ല. നിങ്ങൾ ഇസ്ലാമിക വസ്ത്രം ധരിച്ചാലും സംസാരത്തിൽ ധാരാളം ആഴവും ശബ്ദത്തിലെ ശ്രുതിയും സ്നേഹം കലർന്ന സംസാരവുമെല്ലാം ഇസ്ലാമികമല്ല. എപ്പോഴും ഗൗരവത്തിലാകണമെന്നല്ല, സാധാരണ രീതിയിൽ സംസാരിച്ചാൽ മതി. നിങ്ങൾ നടക്കുന്ന രീതിയിലും അങ്ങനെ തന്നെ. ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ടുണ്ടാവാം, പക്ഷേ നേരെ ചൊവ്വെ നടക്കില്ല. ചിന്തിക്കുന്ന രീതിയിലും കുഴപ്പമുണ്ട്. നിങ്ങൾ ഹിജാബ് ധരിച്ചിട്ടുണ്ടാകാം, പക്ഷെ നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും ശരിയായിരിക്കില്ല. ഇവൾ കൊള്ളാം, ഇവൻ കൊള്ളാം. വിദ്യാലയങ്ങളിലൊക്കെ ഈ ആസ്വാദനം പതിവാണ്. സംസാരവും നടത്തവും ചിന്തയും വസ്ത്രധാരണയും എല്ലാം കലർന്നതാണ് ഹിജാബ്. ഏതെങ്കിലും വിഷയത്തിൽ മറ ലംഘിക്കപ്പെടുമ്പോൾ പരസ്പരം മോഹിക്കാനുള്ള സാധ്യതകൾ കൂടും. ആ രീതിയിലാണ് നമ്മളുടെ സ്രഷ്ടാവ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ നിരന്തരം പരസ്പരം സംസാരിച്ചിട്ട് നിങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനഃശാസ്ത്രജ്ഞനെ കാണേണ്ടതുണ്ട്. നിങ്ങൾ ഇസ്ലാമിക വിലക്കുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അത് മറ്റൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാരണ നിലയിലാണ്. നിങ്ങൾ നിരന്തരം സംസാരിക്കുകയും ഹസ്തദാനം ചെയ്യുകയും പിച്ചുകയും തമാശകൾ പറയുകയും ചെയ്താൽ നിങ്ങൾ പ്രണയത്തിലാകും. ഇങ്ങനെയൊക്കെയുള്ള കലാലയങ്ങളിലെ പ്രണയങ്ങളിൽ സ്നേഹത്തിന്റെ നിബന്ധന ഇസ്ലാമിൻ്റേതിൽ നിന്നും വളരെ അകലെയാണ്. 99.9% സൂക്ഷ്മതയല്ല. സൂക്ഷ്മതയായിരുന്നു നിബന്ധനയെങ്കിൽ അവരിലൊരാൾ നിർത്തിയേനെ. ഇനിയൊരു പക്ഷേ അദ്ദേഹം ധർമ്മിഷ്ഠനാകാം, പക്ഷെ മറ്റുള്ളവരെ പോലെ അത്ര ധർമ്മിഷ്ഠനാകണമെന്നില്ല. പക്ഷെ ആ വ്യക്തിക്കും പ്രണയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് തന്റെ വികാരം പിടിച്ചു നിർത്താൻ സാധിച്ചു കാണില്ല. ആ യുവാവിലും യുവതിയിലും ആരെങ്കിലും ഒരാൾ മറയുടെ നിയമങ്ങളിൽ കുറവ് വരുത്തിയിട്ടുണ്ടാകും. പക്ഷേ അവർ മൊത്തത്തിൽ ധർമ്മിഷ്ഠരല്ലെങ്കിലും ധർമ്മനിഷ്ഠ ഉള്ളവരായിരിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വിവാഹത്തിന് മുൻപുള്ള പ്രണയം എന്നൊന്നില്ല. LBW ലവ് ബിഫോർ വെഡിങ് എന്നത് ഇസ്ലാമിലില്ല. നിങ്ങൾ പ്രണയിക്കുന്ന യുവതിയെ വിവാഹം കഴിക്കുന്നതിനേക്കാളും പ്രധാനമാണ് വിവാഹം കഴിച്ച യുവതിയെ നിങ്ങൾ പ്രണയിക്കുക എന്നത്. റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു പോലുള്ള പ്രണയ ജോഡികളെ കുറിച്ചറിയില്ലേ? അവർ പരസ്പരം വിവാഹിതരാകുമ്പോൾ അറിയാം എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നാണ് ജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുന്ന യുവതിയെ വിവാഹം കഴിക്കുക എന്നതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ വിവാഹം കഴിച്ച യുവതിയെ പ്രണയിക്കുക എന്നത്. ഇനി രണ്ടാമത്തെ അവസ്ഥയിലേക്ക് വരാം. രണ്ടുപേരും ഇസ്ലാമികരാണ്, ധർമ്മിഷ്ഠരാണ്. അവർ പരസ്പരം പ്രണയത്തിലായി. അത് ഒരാൾക്ക് മാത്രമാണെന്നോ രണ്ടുപേർക്കുമുണ്ടെന്നോ അവർ പറഞ്ഞില്ല. ഒരാൾക്ക് മാത്രം. ധർമ്മിഷ്ഠരാണെങ്കിൽ ഇരുകൂട്ടർക്കും സംഭവിക്കില്ലല്ലോ. ഒരു ധർമ്മനിഷ്ഠയുള്ള യുവതി ഇസ്ലാമിക നിബന്ധനകൾ മുറിക്കാതെ പ്രണയത്തിലായി. സംഭാഷണത്തിലും നടത്തത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിക മാനദണ്ഡങ്ങൾ അവൾ പാലിക്കുന്നു. പക്ഷെ അവൾക്ക് ഇസ്ലാമികമായ ഒരു യുവാവിനെ കുറിച്ചറിയാം. അദ്ദേഹത്തിന് അവൾക്ക് ഇഷ്ടമായി. അത് അംഗീകരിക്കാനാവുമോ? ആവും.
അവൾക്ക് അറിയാവുന്ന യുവാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമില്ല, അത് ഇസ്ലാമികമാണ്. പക്ഷേ അത് ഇക്കാലത്തുള്ള തരത്തിലുള്ള പ്രണയമല്ല, പക്ഷെ അത് ഏകപക്ഷീയമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാമെങ്കിൽ ഏറ്റവും നല്ലത് അവർ വിവാഹാഭ്യർത്ഥന നടത്തണം. അവർ ഇസ്ലാമികമായിട്ട് ആലോചന നടത്തട്ടെ. അത് പിതാവിലൂടെയോ സഹോദരനിലൂടെയോ അമ്മാവനിലൂടെയോ നടത്തണം. അവർ പ്രണയത്തിലായെങ്കിൽ കുഴപ്പമില്ല, അത് അധികകാലം നീണ്ടു നിൽക്കരുത്. നിങ്ങൾ പറഞ്ഞു ടീനേജ് ആണെന്ന്. ടീനേജിന്റെ മുതിർന്ന തലത്തിൽ കുഴപ്പമൊന്നുമില്ല, വിവാഹാഭ്യർത്ഥന നടത്തുക. അധികകാലം കാത്തു നിൽക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴാണ് മറയുടെ നിയമം ലംഘിക്കുക എന്നറിയില്ല. നിലവിൽ അവർ ഇസ്ലാമികമാണ്, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവർക്കൊരാൾ ഇഷ്ടമാണ്, ഇസ്ലാമികമായിട്ട് വിവാഹം നടത്തുക. നിങ്ങൾ വിവാഹാർത്ഥന നടത്തിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് ഹിജാബ് നിലനിർത്താൻ സാധിക്കില്ലെന്ന് വരും. അതുകൊണ്ട് അവർ അയാളെ ആലോചിക്കട്ടെ. അവൾക്ക് അയാൾ നല്ല മുസ്ലിമാണെന്നും അയാൾക്ക് അവൾ നല്ല മുസ്ലിമാണെന്നും മനസ്സിലാവുന്നു. കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയാൽ രക്ഷപ്പെട്ടു. നടന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇനി അയാൾ നിഷേധിച്ചാൽ അവളെ ഇഷ്ടമുള്ള ഇസ്ലാമികനോ കുറഞ്ഞ ഇസ്ലാമികനോ ആയ മറ്റൊരാളെ നോക്കുക. ഇസ്ലാമികനാണെന്ന കാരണത്താൽ ഒരാളെ അവൾക്ക് ഇഷ്ടപ്പെടുന്നത് അനുവദനീയമാണ്. പക്ഷേ അവൾ ഇസ്ലാമിന്റെ വിലക്കുകൾ മറികടക്കരുത്. അവൾ എത്രയും പെട്ടെന്ന് വിവാഹാലോചന അയക്കണം, കാത്തു നിൽക്കരുത്. ഇസ്ലാമിന്റെ രീതിയിൽ ആലോചന അയക്കുക, അഭിമുഖം നടത്തുക, സംഭാഷണം നടത്തുക. അദ്ദേഹം അംഗീകരിച്ചാൽ അൽഹംദുലില്ലാഹ്, അദ്ദേഹം അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം മറ്റൊരാളെ കണ്ടെത്തിക്കൊള്ളും. അവളും മറ്റൊരാളെ കണ്ടെത്തട്ടെ. ഞാൻ സഹോദരിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു.